പാപം, 2 ഹൃദയത്തിന്റെ കലക്കം, 3 രോഗം. എന്നാൽ ഈ 3 അവസ്ഥയും കർത്താവ് ആ ഭവനം വിട്ടു പോകുമ്പോൾ സംഭവിച്ചൊരു കാര്യം വേദപുസ്തകത്തിൽ യോഹന്നാൻ 12-ാം അധ്യായം വ്യക്തമായി പഠിപ്പിക്കുന്നു. ലാസർ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനായി, ജീവനുള്ളവനായി മരിച്ച് 4-ാം നാൾ യേശു ഉയർപ്പിച്ച ലാസർ യേശുവിന്റെ കൂടെ ഇരിക്കുന്നതും ഒരിക്കൽ നാറ്റം വമിച്ചിരുന്ന ആ മറിയ എന്ന സ്ത്രീ സൗരഭ്യം വീശുന്നവളായി മാറി. 3 മാർത്ത എന്ന ആ സഹോദരി പലതിനെ വിചാരപ്പെട്ട് മനസ്സ് കലകിയിരുന്ന ആ സഹോദരി ശുശ്രൂഷക്കാരിത്തിയായി മാറി. ഇന്ന് പകൽ യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ, യേശു ഒരു ഭവനത്തിൽ വന്നാൽ, യേശു ഒരു ദേശത്ത് വന്നാൽ, യേശു ഒരു രാജ്യത്തിൽ വെളിപ്പെട്ടാൽ അവിടെ സംഭവിക്കുന്ന കാര്യം ഒരു പുതിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഇന്നലെ വരെ പാപിയായിരുന്ന, ഇന്നലെ വരെ അനേക വിഷയങ്ങളെ ചൊല്ലി മനസ്സ് വല്ലാതെ കലങ്ങിയിരുന്ന, അതുപോലെ രോഗം പിടിച്ചിരുന്ന ആ ഭവനത്തിന്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ആ അവസ്ഥ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി നമുക്ക് ആ ഭവനത്തിൽ കാണാൻ കഴിയും. ഒരിക്കൽ കാരാഗ്രഹത്തിൽ കിടന്ന കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് ശീലാസ് എന്ന് പറയുന്ന 2 സുവിശേഷകരോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു കൊടുത്ത വാക്കതാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഇന്ന് ഈ സന്ധ്യയോടെടുക്കുന്ന സമയം ഉറപ്പായിട്ട് പറയാം, കർത്താവായ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളാണ് ഈ ദേശത്ത് കർത്താവിന്റെ സാക്ഷികളായിരിക്കുന്നത്. ഞാനും ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. മാനസിക രോഗിയായി മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി തീർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ 97 ഓഗസ്റ്റ് മാസത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിനകത്ത് കർത്താവ് പാപത്തെ വെറുക്കുന്ന, ഭാവിയെ സ്നേഹിക്കുന്ന കർത്താവെന്ന് പൂജപ്പുര ജയിലിനകത്ത് വെളിപ്പെട്ടു വന്ന ആ ദൈവസ്നേഹത്തിന്റെ ആഴമാണ് ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ എന്നെയും ഒരു സാക്ഷിയാക്കി നിർത്തുന്നത്. എന്റെ വാക്ക് ഞാൻ ചുരുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശു വന്നു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ടാകും. അവസ്ഥ മാറി കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഒരു പുനരുത്ഥാനമോടെ വെളിപ്പെടും. ലാസർ പുനരുദ്ധരിക്കപ്പെട്ടു, മറിയ പുനരുദ്ധരിക്കപ്പെട്ടു, മാർത്ത അതുപോലെ പുനരുദ്ധരിക്കപ്പെട്ടു. അവിടെ പഴയ ജീവിതം മാറി, ആ കുടുംബത്തിന്റെ സ്ഥിതി മാറി, ദേശത്തെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു.